നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് പി ജോസഫ് MLA. വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് ദീർഘകാല പദ്ധതികൾ ഉണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാഗമണിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാർ നല്ലതണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല. പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. വാർത്തകൾ വിശദമായി. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് പി ജോസഫ് MLA. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 9 വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ UDF-ന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് PJ ജോസഫ് MLA. ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 9 വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ UDF-ന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിൽ കർഷകരെല്ലാം ബുദ്ധിമുട്ടിലാണ്. കാലാവസ്ഥാ വ്യതിയാനം, നിർമ്മാണ നിരോധനം, ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നൊരു സമയമാണ്. ഇതെല്ലാം ഈ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചെന്നോട് പറയണ്ടേ? വിലയിടിവ് കൊണ്ട് കർഷകർ ബുദ്ധിമുട്ടുന്നു, പട്ടയം കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു, പട്ടയ നടപടികൾ ആകെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് UDF ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കണം. കെടുകാര്യസ്ഥത നമ്മുടെ ഈ ജില്ലയിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. ഭൂസംബന്ധമായ കാര്യങ്ങൾ, ഭൂനിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഗവർണർ അംഗീകരിച്ചിട്ട് 1.5 കൊല്ലമായി. അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപനം നടത്തുക. 1.5 കൊല്ലമായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങേണ്ടിയിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി ഈ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കും. ഇന്ന് കർഷകർക്കുള്ള എതിരെയുള്ള ജപ്തി നടപടികൾ ഇങ്ങനെ നടക്കുക. ഇതിനും പരിഹാരമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും വാക്കിന് ഇടുക്കിയിലെ ജനങ്ങൾ പഴഞ്ചാക്കന്റെ വില പോലും നൽകില്ലെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഇടുക്കിയുടെ വികസനത്തെ പിറകോട്ടടിപ്പിച്ച സർക്കാരാണ് LDF സർക്കാർ എന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു.
ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കി ഇടുക്കിയിലെ ജനങ്ങളെ കൂടി ഇറക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ചിറ്റമ്മ നയമാണ് ഇടുക്കി ജില്ലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മുന്നോടിയായി കട്ടപ്പന ഇടുക്കി കവലയിൽ നിന്നും യോഗാവേദിയിലേക്ക് നിരവധി പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രകടനം നടന്നു. EM ആഗസ്തി, പ്രൊഫസർ MJ ജേക്കബ്, EM ആഗസ്തി, റോയ് കെ പൗലോസ്, KS സിയാദ്, K സുരേഷ് ബാബു, MN ഗോപി, തോമസ് രാജൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, M മോനിച്ചൻ, തോമസ് പെരുമന, MK പുരുഷോത്തമൻ, ജോയി കൊച്ചുകരോട്ട്, KMA ഷുക്കൂർ തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിച്ചു. വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് ദീർഘകാല പദ്ധതികൾ ഉണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്ര ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിലെ ഇടുക്കിയടക്കമുള്ള മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം സാധാരണമായിരിക്കുന്നു. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർക്ക് വന്യജീവി ആക്രമണത്തിലൂടെ മരണമടക്കം സംഭവിച്ചിട്ടും സർക്കാർ ഈ വിഷയത്തിൽ നിസ്സംഗത തുടരുകയാണ്. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളെക്കുറിച്ചും ഗാഡ്ഗിൽ കമ്മിറ്റി കണ്ടെത്തിയ നിർദ്ദേശങ്ങൾ സർക്കാർ ഗൗരവമായി എടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ ഭരണകൂടമായി മാറിയിരിക്കുന്നത് ഈ വിദ്വേഷ പ്രചാരകരാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വിശാലമായ ഒരു സാമൂഹിക മുന്നേറ്റം ഉണ്ടായി വരേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ഈ സഹോദരി യാത്രയിലൂടെ നമ്മൾ ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം ഓരോ ജില്ലകളുടെയും പ്രധാന പ്രശ്നങ്ങൾ കൂടി ഈ വിവിധ ഇടപെടലുകളും മറ്റുമൊക്കെയായി നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല ഇടങ്ങളിൽ നിന്നും ഇന്നലെ നമ്മൾ പത്തനംതിട്ടയിലും അതേപോലെ കോട്ടയത്തുമൊക്കെ പലരുമായി സംബന്ധിച്ചപ്പോഴും മീഡിയ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. ഇടുക്കിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ മേഖലയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പലരും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇത് ഇപ്പോൾ വയനാട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിലൊക്കെ നിരന്തരം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം വീടുകളിൽ ഞാൻ തന്നെ സന്ദർശിച്ചിരുന്നു ഈ കാട്ടാനയുടെയും മറ്റുമൊക്കെ ആക്രമണങ്ങളുണ്ടായ ഘട്ടങ്ങളിൽ. കുറെ കൂടി സൂക്ഷ്മമായി ഈ വിഷയത്തിൽ പദ്ധതി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. പാതിവില തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റിലായ അനന്തുകൃഷ്ണന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായുള്ള ബന്ധവും അവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും വാർത്ത പുറത്തു വന്നതാണ്. അതിൽ പങ്കാളികളായ ജനപ്രതിനിധികളടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ അടക്കം കേസിൽ ഉൾപ്പെടുത്തി സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ട സംഖ്യ എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാനുള്ള ശ്രമം സർക്കാർ നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിക്കൊപ്പം ജില്ലാ പ്രസിഡന്റ് PP അനസ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് ഇരുമ്പുപാലം, ജില്ലാ ട്രഷറർ ഡോക്ടർ റസിയ ഹസൻ, ജില്ലാ സെക്രട്ടറി അഷ്റഫ് മാകുളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെയാണ് 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത്. 21 അംഗ പഞ്ചായത്തിൽ കൂറുമാറിയ 2 അംഗങ്ങളെ അയോഗ്യരാക്കിയതോടെ നിലവിൽ പഞ്ചായത്തിൽ 19 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് 11, LDFന് 8 എന്നിങ്ങനെയാണ് പിന്തുണ. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറിനെതിരെയാണ് 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസത്തിന് ദേവികുളം BDOയ്ക്ക് കത്ത് നൽകിയത്. കോൺഗ്രസ് പ്രതിനിധിയായ ദീപരാജ് കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നു മാറ്റി മറ്റൊരാളെ പ്രസിഡന്റാക്കുന്നതിന്റെ ഭാഗമായി 1 മാസം മുൻപ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തിയ ശേഷം വ്യാജമായി തന്റെ ഒപ്പിട്ട് രാജിക്കത്ത് നൽകിയെന്നും രാജിക്കത്ത് സ്വീകരിക്കരുതെന്നും കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ദീപ കത്ത് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ദീപയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്ന്
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ ദീപയെ അനുവദിച്ച് ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുവാനായി ദീപയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. 21 അംഗ പഞ്ചായത്തിൽ കൂറുമാറിയ 2 അംഗങ്ങളെ അയോഗ്യരാക്കിയതോടെ നിലവിൽ പഞ്ചായത്തിൽ 19 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് 11, LDFന് 8 എന്നിങ്ങനെയാണ് പിന്തുണ. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാഗമണിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. 2 ദിവസമായി നടന്ന ശില്പശാലയിൽ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസമായി വാഗമൺ ഇൻഡോ അമേരിക്കൻ HRT ക്യാമ്പസിൽ നടന്ന ശില്പശാല സമാപിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാറാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 144 തവണ ഫയൽ സംക്രമണം നടത്തി എന്നുള്ളതാണ് പിന്നീട് വന്ന പത്രവാർത്ത. നമ്മൾ 2020 ഇതുമായി ബന്ധപ്പെട്ട് പണിമുടക്കം ഉൾപ്പെടെ നടത്തി. 2020 പണിമുടക്കം ഉൾപ്പെടെ നടത്തി. ഞാൻ ഈ ഇടുക്കി ജില്ലയിൽ അന്ന് തൊടുപുഴ ഉൾപ്പെടെ തൊടുപുഴ, ദേവികുളം, പീരീഡ്, കുടുംബജോല, കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനസംഘം ഉൾപ്പെടെയുള്ളത് ഒരുമിച്ച് നടന്ന് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തിയവരാണ്. കേരളത്തിൽ 85% വരുന്ന റവന്യൂ വകുപ്പ് ജീവനക്കാർ ഈ പണിമുടക്കത്തിന്റെ ഭാഗമായി. കാരണം റവന്യൂ വകുപ്പ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഈ പണിമുടക്കം അനിവാര്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ വ്യത്യാസമില്ല എന്ന് പണിമുടക്കം പോലെ 85% ജീവനക്കാർക്കൊപ്പം നിന്ന് ആ പണിമുടക്കത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ VFMമാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് അതോടൊപ്പം തന്നെ നമ്മുടെ വകുപ്പിനെ ബാധിക്കുന്ന നിരവധിയായിട്ട് വിഷയങ്ങൾ നയിച്ചുകൊണ്ട് ഒട്ടേറെ പോരാട്ടങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് വഴിതെളിച്ചുകൊണ്ടുപോയി. കഴിയുന്നവരെയാണ് നമ്മൾ നൽകുന്ന കയറി കൊണ്ടുപോയി അതുകൊണ്ടുപോയി കമ്മീഷനിൽ നിന്ന് തീരുമാനമായി നമ്മൾ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് അത് പൊതുഭരണ വകുപ്പിലേക്ക് പോയി ചെല്ലുമ്പോൾ സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് SKM ബഷീർ, സംസ്ഥാനത്തെ മികച്ച ട്രെയിനറായ V സന്തോഷ് കുമാർ, കൗൺസിലറും സൈക്കോ തെറാപ്പിസ്റ്റും സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറുമായ പ്രദീപൻ മാലോത്ത, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി MM നജീം എന്നിവർ ക്ലാസുമെടുത്തു. കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, വാഗമൺ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഇടുക്കി ജില്ലാതല ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2016 വരെ മുഖ്യമന്ത്രി 9 വർഷം കൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വികസനം ഉണ്ടായോ എന്ന് വിലയിരുത്തേണ്ട സമയമാണ്. 2016 വരെ സംസ്ഥാനം വല്ലാതെ നിരാശയിലായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല എന്ന ചിന്തയായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ പിന്നീട് ചിന്താഗതിക്ക് മാറ്റം വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. ഒപ്പം പ്രതിപക്ഷത്തിനും വിമർശനം. നാടുമായി ബന്ധപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങളാണല്ലോ. നമ്മുടെ നാട്ടിലെ ഒരു വീട് സ്വപ്നം കണ്ട് കഴിയുന്ന എത്ര കുടുംബങ്ങള്? അവർക്ക് വീട്ടിന് വഴിയുണ്ടോ? ആ സ്വപ്നത്തോടെ മണ്ണടിയല്ലേ? അങ്ങനെയല്ലേ 5 ലക്ഷം ആളുകൾക്ക് വീട് നൽകാനുള്ള ഒരു പരിപാടിയാണല്ലോ LDF സർക്കാർ ആവിഷ്കരിച്ചത്. അതിനാണല്ലോ ലൈഫ് മിഷൻ എന്ന് പേരിട്ടത്. ഇപ്പൊ എന്താ സ്ഥിതി? 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ പൂർത്തിയായി. അവിടെ ആളുകൾ താമസിക്കുകയാണ്. ഒരു കൊട്ടും കുറവുമില്ല. നേരെ കുടുംബം പോയി അവിടെ താമസിക്കുന്നു. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ബ്രാൻഡിങ്ങും ഇല്ല. ആരുടെയും വകയല്ലത്. അവരുടെ വകയാണ്, അവരുടെ സ്വന്തമാണ്. അവരുടെ അഭിമാനത്തെ ഗുണപ്പെടുത്തുന്ന ഒന്നുമില്ല. അല്ലേ നമുക്ക് നാട്ടിൽ കാണാൻ കഴിയുന്നത്? LDF സർക്കാരായി ചിന്തിക്കാൻ കഴിയും. LDF അധികാരത്തിൽ വന്ന 2016 ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന പ്രശ്നം, ഏറ്റവും ഗൗരവമായ പ്രശ്നം, ക്ഷേമ പെൻഷൻ. എത്രയാ അന്നത്തെ പെൻഷൻ? 600 രൂപ. ആ 600 രൂപ പെൻഷൻ കൊടുക്കാൻ ബാക്കിയുള്ളത് എത്രയാ? 18 മാസം. 18 മാസത്തെ പെൻഷൻ ഉടനെ കൊടുത്തു തീർക്കുക എന്ന തീരുമാനമാണ് ആദ്യത്തെ ആ മന്ത്രിസഭാ യോഗം എടുത്തത്. പിന്നെ വർധനവ് തുടങ്ങി, ക്രമമായി വർദ്ധിച്ചു. ഇപ്പൊ എവിടെ തീർക്കുന്നു? 1600 തീർക്കുന്നു. 60 ലക്ഷം പേർക്ക് 1600 രൂപ
മുടക്കമില്ലാതെ മാസം തോറും കൊടുക്കും. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിലും നികുതി വരുമാനത്തിലും ആഭ്യന്തര വരുമാനത്തിലും വലിയ ഉയർച്ചയുണ്ടായെന്ന് കണക്കുകൾ നിരത്തി. കണക്കുകൾ എണ്ണിപ്പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പദ്ധതി വിഹിതം സംബന്ധിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചില്ല എന്നത് ശ്രദ്ധേയമായി. ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. 1964 ഭൂപതിവ് നിയമത്തിൽ LDF സർക്കാർ പുതിയ ഭേദഗതി ഉണ്ടാക്കി. ഭൂപ്രശ്നങ്ങൾക്ക് ഇതിലൂടെ ശാശ്വത പരിഹാരമാകും. പുതിയ ഭൂനിയമ ഭേദഗതി പ്രകാരം പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പട്ടയ ഭൂമിയിൽ മുമ്പോട്ടും നിർമ്മാണം നടത്താൻ അനുമതി നൽകാൻ പുതിയ ചട്ടം വേണം. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്തും. ക്വാറികളുടെ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കും. ഇവയ്ക്കായി ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ വാർഷികമായ എന്റെ കേരളം പദ്ധതി മുഖ്യമന്ത്രി നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. പിന്നീട് പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, VN വാസവൻ എന്നിവർക്ക് പുറമെ LDF MLA-മാരും വിവിധ ജനപ്രതിനിധികളും പങ്കെടുത്തു. UDF പരിപാടി ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാരിക്കോട് നിന്ന് ന്യൂമാൻ കോളേജ് വഴി ബൈപ്പാസ് റോഡിലേക്ക് പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിലും ഭാരവാഹനങ്ങൾ പോകുന്നത് നിരോധിച്ചതായി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ദിനംപ്രതി ഇതിലെ വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. ഇത് ഗതാഗത കുരുക്കിനും വൈദ്യുതി കേബിൾ ലൈനുകൾ മുറിഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു. പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. തൊടുപുഴയിൽ ഗതാഗത നിയന്ത്രണം കടലാസിൽ. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് പരിഷ്കരണം നടത്തിയതല്ലാതെ അടുത്ത നാളിൽ ഗതാഗത പുനർക്രമീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. തൊടുപുഴയിൽ തിരക്കേറിയ ഒരു റോഡാണ് കാരിക്കോട് നിന്നും ന്യൂമാൻ കോളേജ് വഴി ബൈപ്പാസ് റോഡിലേക്കുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും ഭാരവാഹനങ്ങൾ ഇതുവഴി പോകുന്നത് നിരോധിച്ചതായി ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ വാഹനങ്ങൾ ഇതുവഴി നിർബാധം സഞ്ചരിക്കുന്നു. ഇത് ഗതാഗത കുരുക്കിനും വൈദ്യുതി കേബിൾ ലൈനുകൾ മുറിഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു. ഉയരത്തിൽ ലോഡ് കയറ്റുന്നതാണ് ലൈനുകൾ പൊട്ടുവാൻ കാരണം. വീതി കുറഞ്ഞ റോഡിലൂടെ ഭാരവാഹനങ്ങൾ വരുന്നത് ചെറുവാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ നൽകിയെങ്കിലും തങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന നിലപാടാണ് ഇവർക്ക്. നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ തങ്ങളുടെ തൊപ്പി തെറിക്കുമെന്ന ഭയമാണത്രേ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ഇവർ തയ്യാറല്ല. ചില കേന്ദ്രങ്ങളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാലേ ഇവർ നിയമം നടപ്പിലാക്കുവത്രേ. ഇനി ജനങ്ങൾ നിയമം കയ്യിലെടുക്കണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല. പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടുപോത്തെത്തുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാട്ടുപോത്തിനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ഇടയ്ക്കിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്തെത്തുന്നതോടെ ആശങ്കയിലാണ് മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കുടുംബങ്ങൾ. പകൽ വീണ്ടും ഈ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അടിക്കടി ഉണ്ടാകുന്നത് ഈ ഭാഗത്തെ താമസക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് ആക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെങ്കിലും പരാക്രമങ്ങൾക്ക് മുതിരാത്തതാണ് ആളുകളുടെ ആശ്വാസം. തൊഴിൽ സമയത്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന് മുമ്പിൽ പെടുമോ എന്ന പേടി ആളുകൾക്കുണ്ട്. காட்டுமாடு பயங்கர சல்லியம், வீட்டை சுற்றி சுற்றி தான் வருது. ஆல்ரெடி ஃபாரஸ்ட்டுக்காரங்களுக்கு இன்ஃபர்மேஷன் கொடுத்துருக்கு. ஃபாரஸ்ட்டுக்காரங்க வர்றாங்க, பட்டாசு போட்டு வெடித்து அனுப்புகிறாங்க. ஆனால் போகுது, காட்டுக்கு போக மாட்டேங்குது. திருப்பி குவார்ட்டர்ஸை சுற்றி தான் வருது. நைட் ஷிஃப்ட்டு போயிட்டு வர்றதுக்கெல்லாம் ரொம்ப கஷ்டமாக இருக்குது. அதே மாதிரி வீட்டு பக்கத்தில் கிரவுண்டு, பசங்க எல்லாம் இந்த லீவில் இங்கே தான் வந்து விளாடுறாங்க. அது பகலும் கிடையாது, நைட்டும் கிடையாது. நேற்று நைட்லேருந்து இங்கே தான் ஃபுல்லாகவே நிற்குது. இப்போ வீட்டுக்கு முன்னால் ஓடி வந்து பின்னுக்கு வீடை சுற்றி தான் வருது. ரொம்ப பயமாக இருக்குது. என்ன வேணாலும் நடக்கும். உடனே அது ஃபாரஸ்ட்டுக்காரங்க ஆனால் அடர்ந்த காட்டுக்குள்ளே கொண்டு போய் കാട്ടു മാട വിരട്ടി വിടണം. പകൽ സമയം പ്രദേശത്തുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ സമയം ചിലവഴിക്കാൻ എത്താറുണ്ട്. ഇവിടേക്ക് കാട്ടുപോത്ത് എത്തിയാലും അപകടത്തിന് കാരണമാകും. രാത്രികാലത്തും ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. DDRC അസ്ലസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി കരിമണ്ണൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം ശാസ്താംകുന്നേൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലുടനീളം 380-ലധികം ശാഖകളുള്ള DDRC അസ്ലസ് ലബോറട്ടറിയുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു.
DDRC അജ്ലസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി കരിമണ്ണൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം ശാസ്താംകുന്നേൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ, വേഗത്തിലും കൃത്യതയോടും കൂടിയ പരിശോധനാ ഫലങ്ങൾ, 3600-ലധികം ടെസ്റ്റുകൾ, ഉയർന്ന യോഗ്യതയും പരിചയസമ്പന്നരുമായ ഡോക്ടർമാർ, ടെക്നീഷ്യൻസ്, ഏറ്റവും അത്യാധുനികമായ ലബോറട്ടറി ടെക്നോളജി, 2 സ്റ്റേറ്റ് റഫറൻസ് ലബോറട്ടറികൾ, 17 റീജിയണൽ റഫറൻസ് ലാബുകൾ, 2 നാഷണൽ റഫറൻസ് ലബോറട്ടറികൾ അടക്കം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലബോറട്ടറി മെഷീനുകൾ DDRC അജ്ലസ് ഗ്രൂപ്പിന്റെ മാത്രം പ്രത്യേകതയാണ്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമുക്കറിയാം, രോഗനിർണയം വളരെ പ്രധാനപ്പെട്ടതാണ്, രോഗപ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ടെസ്റ്റ് റിസൾട്ട് അതാണ് ആവശ്യമായിട്ടുള്ളത്. അക്കാര്യത്തിൽ വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യാതൊരു കുറവുകളുമില്ലാത്ത അല്ലെങ്കിൽ കൃത്യതയോട് കൂടിയിട്ടുള്ള ലാബ് റിസൾട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗനിർണയത്തിലും അതോടൊപ്പം തന്നെ ചികിത്സാ പ്രതിവിധികൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് അത് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നല്ല സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ള ലാബ് പരിശോധനയാണ് DDRCയുടെ ഒരു ഹൈലൈറ്റായി എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് കരിമണ്ണൂരിൽ നല്ല സേവനം ലഭിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ അഭിമാനത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഇവിടെ ഈ ഒരു സംരംഭം ആരംഭിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ചടങ്ങ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DDRC സോണൽ മാനേജർ ജോസ് എബ്രഹാം സ്വാഗതം ആശംസിക്കുകയും DDRCയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് കൃത്യതയോടും നല്ല ക്വാളിറ്റിയോടും കൂടിയുള്ള റിസൾട്ടുകൾ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള വളരെ കൃത്യതാപൂർവമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് റിലീസ് ചെയ്യുന്നതിനായി കേരളത്തിൽ ഒരു 3 NABL സെൻട്രൽ ഗവൺമെൻറ് അക്രഡിറ്റേഷനോട് കൂടിയ 3 ലാബുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, അങ്ങനെ 3 സെൻറ്ററുകൾ കേരളത്തിലെ വിദഗ്ധരായ മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഡോക്ടേഴ്സിൻ്റെയൊക്കെ മേൽനോട്ടത്തിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇതിന് ഇവിടെയുള്ള നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി, വാർഡ് മെമ്പർ ജീസ് ആയത്തുപാടം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് VJ ചെറിയാൻ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സോമൻ പിള്ള എന്നിവർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ ക്ലസ്റ്റർ മാനേജർ ശരത് തങ്കച്ചൻ നന്ദി അറിയിക്കുകയും DDRC അജ്ലസ് ലാബിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്നതിൽ നിങ്ങളെ അതിന് മനസ്സ് തോന്നിച്ചതിൽ ഞങ്ങൾ വളരെ ഹാർദവമായി ഞങ്ങൾ രാജ്യത്തിന് തന്നെ ആവശ്യം ആരോഗ്യമാണ്. അതിൻ്റെ രീതിയിൽ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പ്രസ്ഥാനം വളരെ വിപുലമായ രീതിയിൽ വ്യാപിച്ചെടുക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ കരിമണ്ണൂർ വന്നതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും കരിമണ്ണൂരിലെ ജനതകൾക്ക് സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളെല്ലാവിധ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ രീതിയിലുള്ള ബ്ലഡ് സാമ്പിൾ ശേഖരണത്തിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള ജെനറ്റിക്സ് അടക്കം, സൈറ്റോജെനറ്റിക്സ് അടക്കം, ഹിസ്റ്റോപത്തോളജി, ക്യാൻസർ ഡിറ്റക്ഷൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള ടെസ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ സൈറ്റോജെനറ്റിക്സ്, ജെനറ്റിക്സ്, ഹിസ്റ്റോപത്തോളജി എല്ലാം. അത്തരം സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനം വരെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനമാണ് കരിമണ്ണൂർ ശാഖയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഈ സേവനം ഉപയോഗപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
DDRCക്ക് വേണ്ടി നിർത്തുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ലബോറട്ടറി ശൃംഖലയായ DDRC അജ്ലസ് ലാബിൽ നിന്നും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6 മണി വരെയും ഞായറാഴ്ച 6:30 മുതൽ 3 മണി വരെയും എല്ലാവിധ ഡയഗ്നോസ്റ്റിക് സേവനങ്ങളും ലഭ്യമാണ്. കൂടാതെ വീടുകളിൽ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഹോം കളക്ഷൻസ് സേവനങ്ങൾ ലഭ്യമാണ്. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ സെന്റ് തോമസ് മൗണ്ടിലേക്ക് കരുണ കൊന്ത ചൊല്ലി പ്രതിഷ്ഠവും തുടർന്ന് മലകയറ്റവും നടത്തി. ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ, ഫാദർ ജേക്കബ് കളത്തിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഫാദർ വിനീത് വാഴക്കുഴി CMI കുരിശുമലയിൽ വിശുദ്ധ കുർബാനയും ആത്മീയ പ്രഭാഷണവും നടത്തി. തുടർന്ന് ആശീർവാദത്തിന് ശേഷം നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. കാൽനടയായി എത്തിയ ഭക്തർക്ക് ദാഹജലവും നൽകി. വണ്ണപ്പുറം മുണ്ടൻമുടി നാരുകാനം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ചേർത്തല സുമിത്ത് തന്ത്രി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ അഗ്നി പകർന്ന് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുത്തത്. വണ്ണപ്പുറം മുണ്ടൻമുടി നാരങ്കാനം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ചേർത്തല സുമിത് തന്ത്രി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. പൊങ്കാലയ്ക്കും ക്ഷേത്രോത്സവ ചടങ്ങുകൾക്കും നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. നന്നായിട്ട് പ്രാർത്ഥനയാണ് നമുക്ക് ഈ പൊങ്കാല വേണ്ടത്. പൊങ്കാല ഏറ്റവും ആദ്യം തിളച്ചു പൊങ്ങുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിളക്കിന്റെ ചൂടിൽ ഭഗവതിയുടെ അനന്തമായ അനുഗ്രഹവും സാന്നിധ്യവും ഒക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പൊങ്കാല നടത്തുന്നതിന്റെ ആദ്യത്തെ ചടങ്ങ് നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് ഗംഗാദേവിയെ എല്ലാവരും പ്രാർത്ഥിക്കാം. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കുറുമ്പാത്ത് കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബവാർഷികം സംഘടിപ്പിച്ചു. കുറുമ്പാലമറ്റം എലമ്പിലിക്കാട്ട് ഭഗവതി ക്ഷേത്രം ഹാളിൽ വെച്ച് നടത്തിയ വാർഷികത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കുടുംബയോഗം മുൻ പ്രസിഡന്റ് KS അയ്യപ്പൻപിള്ള ഭദ്രദീപം തെളിയിച്ചു. പ്രസിഡന്റ് KA മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. ബാബു മാനിക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. കുറുമാത്ത് കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബവാർഷികം സംഘടിപ്പിച്ചു. കുറുമ്പാലമറ്റം എലമ്പിലക്കാട്ട് ഭഗവതി ക്ഷേത്രം ഹാളിൽ വെച്ച് നടത്തിയ വാർഷികത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കുടുംബയോഗം മുൻ പ്രസിഡന്റ് KS അയ്യപ്പൻപിള്ള ഭദ്രദീപം തെളിയിച്ചു. പ്രസിഡന്റ് KA മോഹനകുമാർ അധ്യക്ഷത വഹിച്ചു. വേദാന്ത ഗവേഷകൻ ബാബു മാനിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമലത, കുടുംബയോഗം വൈസ് പ്രസിഡന്റ് KA രാജേഷ്, സെക്രട്ടറി KK അനിൽകുമാർ, ട്രഷറർ KA സുദർശനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൈകൊട്ടിക്കളി, വിവിധ കലാമത്സരങ്ങൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ബജറ്റ് സമ്മേളനവും നടന്നു. NSS തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ബജറ്റ് സമ്മേളനവും കരയോഗം ഹാളിൽ നടന്നു. NSS തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരവസ്ഥ എന്താണ് എന്നുള്ളത് ഈ വന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായ കാര്യങ്ങൾ അവർ പറയാറില്ല. അവരവരുടെ സാങ്കേതികമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു 6 വർഷത്തിന് മുമ്പ് അവരുടെ ഒരു ചിത്രവും 6 വർഷത്തിന് ശേഷം അവരുടെ ഒരു ചിത്രവും പ്രദർശിപ്പിക്കപ്പെട്ടാൽ ഒരു കാരണവശാലും ഈ ലഹരി ആരും ഉപയോഗിക്കും. കൊവിയിലെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഒരു സിഗരറ്റൊക്കെ വലിച്ച് പുകയൂതി നടക്കുക എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് കിട്ടുന്ന അതിനൊരു ലഹരി, എന്തെങ്കിലും ഒരു ചെറിയ ലഹരി ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സംതൃപ്തി മറ്റുള്ളവരോടൊപ്പം ഇതിനെ പുകയൂതി നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥയുണ്ട്.
പക്ഷെ ആ ചെറിയ ലഹരി പോലും പിന്നീട് ജീവിതത്തിൽ അതിനെ മാറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിപ്പോവുകയാണ്. നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലം മുതൽ ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. മന്നത്താചാര്യൻ ഈ മദ്യപിച്ച് കുടുംബം തകർക്കുന്ന നായർ സമുദായ അംഗങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി നിരന്തരമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. കരയോഗം പ്രസിഡന്റ് കെ പി ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി വി എൻ ചന്ദ്രശേഖരൻ നായർ ബഡ്ജറ്റ് അവതരണം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് പി ജെ ജോസഫ് MLA. വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് ദീർഘകാല പദ്ധതികൾ ഉണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. കോൺഗ്രസ് പ്രതിനിധിയായ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാഗമണിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാർ നല്ലതണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല. പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.